തീർച്ചയായും ഫിജി ഇപ്പോൾ കോഴിക്കോട് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. അതുപോലെ രണ്ടാമത് നിൽക്കുന്നത് കണ്ണൂരാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇവിടുത്തെ കുട്ടികളുടെ കളികളൊക്കെ ഇങ്ങനെ തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോഴിക്കോടൻ കിസയിൽ ഇപ്പോൾ ഒരു അതിഥി കൂടി നമുക്ക് എത്തിയിട്ടുണ്ട്. അതിഥി എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ഒരു അതിഥി തന്നെയാണ്. നമുക്ക് ആ അതിഥിയെ ഒന്ന് പരിചയപ്പെടാം. ഫിജി, ഹായ് മോളെ. അമ്മയാണ് കുട്ടിയുടെ പേര് പറയോ? മോളുടെ പേര് ആർദ്ര. എവിടുന്നാണ് വരുന്നത്? അതെ, ഫറൂഖ്. കനിവ് സ്പെഷ്യൽ സ്കൂള് മോള് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയല്ല? അങ്ങനെ പ്രീ വെക്കേഷനിലാണ് ഇപ്പോൾ. ഓക്കെ, അങ്ങനെയാണ്. ക്ലാസ് അങ്ങനെയൊന്നും ഇല്ല, അവരെ സ്പെഷ്യൽ സ്കൂളല്ലേ. നന്നായി പഠിക്കോ? സുന്ദരി. ഓക്കെ, അപ്പോൾ നമുക്ക് മോള് നന്നായി പെർഫോം ചെയ്യും. മോള് പാട്ടുകാരിയല്ല, പക്ഷേ മീൻസ് മത്സര രംഗത്തുള്ള ഒരാളൊന്നുമല്ല. കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും ഒക്കെ പെർഫോമൻസ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവരുടെ ഈ കുട്ടി നന്നായി പാട്ട് പാടുന്നതാണ് അമ്മ പറഞ്ഞത്. പാട്ടും ഡാൻസും കളിക്കും. പാട്ടും ഡാൻസും ഇല്ലേ? ശരി, നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടും അല്ലേ? ആർദ്രൂട്ടി പാട്ട് പാടില്ലേ? ഒരു പാട്ട് പാടിക്കേ. പാട്ടുപാട് മോളെ. കാന്ത എന്നുള്ള പാട്ടുപാട്. കാന്ത, ഞാനും വരാം. ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കൈയടിക്കണുണ്ടോ? നമുക്ക് ഡാൻസ് കളിക്കാം. അതാണ് ഡാൻസ് എന്ന് പറഞ്ഞപ്പോൾ ആൾ ഉഷാറായി. എനിക്കാ മാറണോ? ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ? ഞങ്ങളത് മാറണോ? പാട്ട് വെച്ചു കൊടുക്കോ? ഏതാ പാട്ട് വേണ്ടേ? ഏത് പാട്ട് വെച്ചാലും കളിക്കോ? അതെ, ഓക്കെ. ഏത് പാട്ട് വെച്ചാലും കളിക്കാൻ ഞങ്ങൾ റെഡിയാണ്. അല്ല, അമ്മോട് ഇരുന്നോളൂ. മോള് കയറിക്കോ. അടിപൊളിയായിട്ട് കളിച്ചല്ലേ? ഉഷാറായില്ലേ? ഇവിടെ വന്നിട്ട് ഡാൻസ് ഒക്കെ കണ്ടോ? ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പരിപാടികൾ കണ്ടോ? ഡാൻസ് ഒക്കെ കണ്ടോ സ്റ്റേജില്? എങ്ങനെയുണ്ട്? സൂപ്പറാണെന്ന് അറിയാം. സൂപ്പറാണ്. വീട്ടിൽ പോവാണോ? അതിൽ ഇരിക്കുന്നുണ്ടോ കാണാൻ? എവിടെ? കണ്ണൂർ തന്നെയാണോ വീട്? അല്ല, നമ്മളിവിടെ തന്നെ കോഴിക്കോട് ഫറൂഖിലാണ്. കോഴിക്കോടാണ്. ഓക്കെ. പിന്നെ വീട്ടില് ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനുണ്ട്, 4 മക്കളാണ് ഇവര്. 4 മക്കളാണ്. ഇവരെ കൂടെ ഒരു സിസ്റ്റർ ഉണ്ട്. ആണോ? അവള് പഠിക്കാൻ. ഓക്കെ. മൈക്കൊന്നിങ്ങനെ
ടിൻ സിസ്റ്റർ സിസ്റ്റർ ആണോ? ഓക്കെ, എന്താ ചെയ്യണ അവര്? അവിടെ ഇന്റഗ്രേറ്റഡ് MSc ചെയ്യാണ് കുസാറ്റില്. കുസാറ്റിലാണ്. ഓക്കെ. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് ഇത്ര സമയം കേരള വിഷന്റെ പ്രേക്ഷകർക്ക് ചെലവഴിച്ചതിന്. അപ്പൊ മോൾക്ക് എല്ലാവിധ ആശംസകളും. നന്നായി പഠിക്കണം കേട്ടോ. ഇനി അടുത്ത കലോത്സവം എവിടെയാണെങ്കിലും അവിടെ വന്ന് പെർഫോം ചെയ്യണം, നമുക്ക് കാണണം വീണ്ടും. ഓക്കെ,